Hi students, welcome to today's chemistry class, Chemical Equilibrium, Part 3. നമുക്കറിയാം സന്തുലനാവസ്ഥയിലിരിക്കുന്ന സിസ്റ്റം റിയാക്ഷൻ കോഷ്യന്റും അതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും തുല്യമായിരിക്കും. അറ്റ് ഇക്വിലിബ്രിയം QC that is equal to KC. അതായത് Q എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ കോഷ്യന്റ്, അതായത് മോളാർ കോൺസെൻട്രേഷൻ ദാറ്റ് ഇസ് ഈക്വൽ ടു ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഇവിടെ പ്രൊഡക്റ്റ് ബൈ റിയാക്ടൻ റേഷ്യോ ആണ് Q എന്നും K എന്നും പറയുന്നത്. പ്രൊഡക്റ്റ് ബൈ റിയാക്ടന്റ് റേഷ്യോ. K ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, ഇക്വിലിബ്രിയത്തിലായിരിക്കുമ്പോഴുള്ള കോൺസ്റ്റന്റ് ആണ് K. ഈ സന്തുലനാവസ്ഥയിലിരിക്കുന്ന സിസ്റ്റത്തില് നമുക്ക് അവിടെ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിച്ചു, കോൺസെൻട്രേഷനോ പ്രഷറിനോ ടെമ്പറേച്ചറിനോ സന്തുലനാവസ്ഥയിലുള്ള ആ സ്റ്റേറ്റിൽ ചേഞ്ച് സംഭവിച്ചെങ്കിൽ ഇക്വിലിബ്രിയം ഡിസ്ട്രോയിഡ്, ഇക്വിലിബ്രിയത്തിന് മാറ്റം ഉണ്ടാകുന്നു. ഇതിനെ പറ്റിയാണ് ലാഷാലിയർ എന്ന സയന്റിസ്റ്റ് പഠനങ്ങൾ നടത്തി ലാഷാലിയർ പ്രിൻസിപ്പിൾ ഉണ്ടാക്കി. When a change is imposed on a system at equilibrium, the equilibrium will shift to counteract the change. When a change is imposed on a system at equilibrium, സന്തുലനാവസ്ഥയിലിരിക്കുന്ന ആ സിസ്റ്റത്തിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വരുത്തിയാൽ the equilibrium will shift to counteract the change. ഇതാണ് ലാഷാലിയർ പ്രിൻസിപ്പിൾ പറയുന്നത്. സന്തുലനാവസ്ഥയെ തകർക്കുന്ന ഏതെങ്കിലും ഒരു വ്യത്യാസം വരികയാണെങ്കിൽ അവിടെ അതിനെ മറികടക്കാൻ വേണ്ടി സിസ്റ്റം ശ്രമിക്കുന്നു. നമുക്കിവിടെ കാണാം ഒരു വെയിറ്റ് നൈട്രജനും ഹൈഡ്രജനും കൂടെ കൂടിച്ചേർന്ന് പ്രൊഡക്റ്റായ അമോണിയ ഉണ്ടാകുന്നു. റിയാക്ടൻസ് ആണ് നൈട്രജനും ഹൈഡ്രജനും. പ്രൊഡക്റ്റ് അമോണിയ പ്ലസ് ഹീറ്റ് ഉണ്ടാകുന്നു. ഇനി ഈ റിയാക്ഷൻ സൈഡിലോട്ട് നമ്മൾ കുറച്ച് നൈട്രജനോ അല്ലെങ്കിൽ ഹൈഡ്രജനോ ആഡ് ചെയ്യുവാണെങ്കിൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നത്? ഇഫ് യു ആഡ് മോർ ടു ദ ലെഫ്റ്റ് സൈഡ്, ഇതാണ് ലെഫ്റ്റ് സൈഡ് അല്ലേ, ലെഫ്റ്റ് സൈഡിലോട്ട് റിയാക്ടൻസ് ആഡ് ചെയ്യുകയാണെങ്കിൽ ദ ലിവർ വിൽ ടിപ്പ് ടു ദ ലെഫ്റ്റ്, ലിവർ ടിപ്പ് ടു ദ ലെഫ്റ്റ്, താഴോട്ട് പോകുന്നു. ഇൻ ഓർഡർ ടു റിസ്റ്റോർ ബാലൻസ് ദ സിസ്റ്റം റെസ്പോൺസ് ബൈ മേക്കിംഗ് മോർ ഓഫ് വാട്ട് ഈസ് ഓൺ ദ റൈറ്റ്, അതായത് പ്രൊഡക്റ്റ് സൈഡിൽ നടന്നാൽ അതിന്റെ വ്യത്യാസം വരുന്നു. അതുപോലെ തന്നെ റിയാക്ടൻ സൈഡിനകത്തും ചേഞ്ചസ്, മാസിന് വ്യത്യാസം വന്നാൽ അവിടെയും വ്യത്യാസം വരുന്നു. സന്തുലനാവസ്ഥയിൽ ഇരിക്കുമായിരുന്നു അല്ലെ. അന്നേരം റിയാക്ടൻ സൈഡിനോ പ്രൊഡക്റ്റ് സൈഡിലോ അതിന്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ മാസിന് വ്യത്യാസം വന്നാൽ ഈ സന്തുലനാവസ്ഥ അവിടെ മാറിപ്പോകുന്നു. സിസ്റ്റം സ്റ്റാർട്ട്സ് അറ്റ് ഇക്വിലിബ്രിയം. A change എന്ന് പറയുന്നത് സ്ട്രെസ് ആകാം, is then made to system at equilibrium. സിസ്റ്റത്തില് ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന സിസ്റ്റത്തിന് എന്തെങ്കിലും ചേഞ്ച് വന്നാൽ ആ ചേഞ്ചിനെ സിസ്റ്റം മാറ്റാൻ ശ്രമിക്കുന്നു. ഇവിടെ എന്തൊക്കെ ചേഞ്ചാ വരാവുന്നത്? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ, ചേഞ്ച് ഇൻ വോളിയം, ചേഞ്ച് ഇൻ പ്രഷർ, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, അതുപോലെ കാറ്റലിസ്റ്റ് ആഡ്. സിസ്റ്റം റെസ്പോണ്ട് ബൈ ഷിഫ്റ്റിംഗ് ടു റിയാക്ടൻസ് ഓർ പ്രൊഡക്റ്റ് സൈഡ് ടു റിസ്റ്റോർ ഇക്വിലിബ്രിയം. ഇതിനെ ചേഞ്ച് വരുമ്പോൾ ആ സിസ്റ്റം ചേഞ്ചിനെ ഇല്ലാതാക്കാൻ വേണ്ടി സന്തുലനാവസ്ഥ നിലനിർത്തുന്നതാണ് അതിനെപ്പോഴും സ്റ്റെബിലിറ്റി, അതിനുവേണ്ടി അത് പരിശ്രമിക്കുന്നു. ഇതാണ് നമ്മൾ ലാഷാലിയർ പ്രിൻസിപ്പിളിനകത്ത് പഠിക്കുന്നത്. ലാഷാലിയർ പ്രിൻസിപ്പിളിനകത്ത് 3 തരത്തിലുള്ള മാറ്റങ്ങൾ, ചേഞ്ചസ് നമ്മൾ പറയുകയാണ്. ടെമ്പറേച്ചർ, റിയാക്ടൻസ്, പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ, അതുപോലെ പ്രഷർ. ഈ 3 ചേഞ്ചസ് വന്നാൽ എങ്ങനെയായിരിക്കും സിസ്റ്റം പ്രതികരിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് പഠിക്കണം. Lashallier principle: if a dynamic equilibrium is disturbed by changing the conditions, the position of equilibrium moves to counteract the change. സന്തുലനാവസ്ഥയെ തകരാൻ സമ്മതിക്കുന്നില്ല. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. A+2B gives C+D. ഈ A+2B എന്ന് പറയുന്നതാണ് റിയാക്ടൻസ്, പ്രൊഡക്റ്റ് ആണ് സിയും ഡിയും. അങ്ങനെ ഇത് സിസ്റ്റം സന്തുലനാവസ്ഥയിലാണ്, അറ്റ് ഇക്വിലിബ്രിയം. ഈ ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന ഈ സിസ്റ്റത്തിലോട്ട് suppose you have an equilibrium established between 4 substances A, B, C and D.
What would happen if you change the conditions by increasing the concentration of A? ഇവിടെ റിയാക്റ്റൻസ് ആണ് എ. ആ എയുടെ കോൺസെൻട്രേഷൻ കൂടുവാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? The position of equilibrium will move to decrease the concentration of A by reacting it with the B and turning it into C plus D. റിയാക്റ്റന്റിന്റെ അളവ് കൂട്ടുവാണെങ്കിൽ ആ റിയാക്റ്റന്റ് എന്താകാൻ ശ്രമിക്കുന്നു? അത് കുറയ്ക്കാൻ ശ്രമിക്കുന്നു. റിയാക്റ്റന്റ് എങ്ങനെയാണ് കുറയ്ക്കുന്നത്? പ്രൊഡക്റ്റ് ആയിട്ടാണ് കുറയ്ക്കുന്നത്. പ്രൊഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് റിയാക്റ്റന്റ്. അന്നേരം എ പ്ലസ് ബി, എയുടെ അളവാണ് കൂടുന്നതെങ്കിൽ അത് ബിയുമായിട്ട് കൂടിച്ചേർന്ന് അത് പ്രൊഡക്റ്റ് ആയിട്ട് മാറാൻ ശ്രമിക്കുന്നു. Lalson principle says that the position of equilibrium will move in such a way as to counteract the change. Then the position of equilibrium moves to the right. എയുടെ അളവ് കൂടുകയാണെങ്കിൽ എയുടെ അളവ് കുറയ്ക്കാൻ വേണ്ടി അത് റൈറ്റിലേക്ക് നീങ്ങുന്നു. റൈറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഉണ്ടാകുന്ന റിയാക്ഷനാണ്. പ്രൊഡക്റ്റ് ഇവിടുത്തെ എ പ്ലസ് 2b ഗീവ് സി പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ റൈറ്റ് റിയാക്ഷൻ. ദ പൊസിഷൻ ഓഫ് ഇക്വിലിബ്രിയം മൂവ്സ് ടു ദ റൈറ്റ് ഇഫ് യു ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് എ. ഓർത്തിരിക്കുക, റൈറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഫോർവേഡ് റിയാക്ഷൻ, ലെഫ്റ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് ഓർത്തിരിക്കുക. റൈറ്റ് റിയാക്ഷൻ ഇവിടെ കൂടുന്നു. റൈറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഉണ്ടാകും. റിയാക്റ്റന്റിന്റെ അളവ് കൂട്ടിയാൽ അത് കുറയ്ക്കാൻ വേണ്ടി അത് പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നത്. ഫോർവേഡ് റിയാക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, നമുക്ക് തന്നെ ലേഷാൽ പ്രിൻസിപ്പിൾ എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കണം. എ പ്ലസ് 2b ഗീവ് സി പ്ലസ് ഡി. സി പ്ലസ് ഡി ആണ് പ്രൊഡക്റ്റ്. ക്വസ്റ്റ്യൻ ഇതാണ്: What would happen if you change the conditions by decreasing the concentration of A? What would happen if you change the conditions by decreasing the concentration of A? എയുടെ അളവ് കുറച്ചാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? എയുടെ അളവ് കുറച്ചാൽ എന്ത് സംഭവിക്കും? എയെ കൂട്ടാൻ വേണ്ടി ശ്രമിക്കും. ഒരു ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന സിസ്റ്റം അതിന് വ്യത്യാസം വന്നാൽ അതിനെ പ്രതിരോധിക്കാനാണ് നോക്കുന്നത്. എന്നിട്ട് എയുടെ അളവ് കുറച്ചാൽ ആ എയുടെ അളവ് കൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്നു. എയുടെ അളവ് എങ്ങനെയാണ് കൂട്ടുന്നത്? സി പ്ലസ് ഡി കമ്പൈൻ ചെയ്താൽ നമുക്ക് എ പ്ലസ് 2b കിട്ടുന്നു. അന്നേരം നമുക്ക് സി പ്ലസ് ഡിയെ കമ്പൈൻ ചെയ്യിച്ച് ബാക്ക്വേർഡ് റിയാക്ഷൻ നടത്തുക. ബാക്ക്വേർഡ് റിയാക്ഷൻ പറയുന്നതാണ് ദ സി പ്ലസ് ഡി ഗീവ്സ് എ പ്ലസ് 2b എന്നുള്ളത്. ദ പൊസിഷൻ ഓഫ് ഇക്വിലിബ്രിയം മൂവ്സ് ടു ദ ലെഫ്റ്റ് ഇഫ് യു ഡിക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് എ. കോൺസെൻട്രേഷൻ ഓഫ് എ കൂട്ടാൻ വേണ്ടി പൊസിഷൻ ഓഫ് ദ ഇക്വിലിബ്രിയം മൂവ്സ് ടു ദ ലെഫ്റ്റ്. അതായത് പ്രൊഡക്റ്റ് എന്താകുന്നു? റിയാക്റ്റന്റ് ആയി മാറുന്നു. Lalson principle says the position of equilibrium will move to counteract the change. It will increase the concentration of A. C and D will react to replace the A that has been removed. The position of equilibrium moves to the left. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് നമുക്ക് വരാം. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, എങ്ങനെയാണ് ഇത് കൗണ്ടറാക്ട് ചെയ്യുന്നത് എന്നുള്ളത്. കോൺസെൻട്രേഷൻ തന്നെ നമുക്കൊന്നും കൂടെ നോക്കാം. ഒരു എക്സ്പെരിമെന്റ് വെച്ച് നടത്താം കേട്ടോ. എക്സ്പെരിമെന്റിൽ നമുക്ക് Fe3+ എന്ന് പറയുന്ന റിയാക്റ്റന്റ് SCN- അതും റിയാക്റ്റന്റ് ആണ് കൂടിച്ചേർന്ന് FeSCN2+ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടായി മാറി. ഇത് നമുക്ക് റിയാക്റ്റന്റ് ഇവിടെ റിയാക്ഷൻ നടന്നെന്ന് മനസ്സിലാകുന്നത് നമ്മൾ റിയാക്ഷൻ തുടങ്ങുമ്പോൾ യെല്ലോ കളറിലുള്ള Fe3+ ആണ് ആഡ് ചെയ്തത്. കുറച്ച് കഴിയുമ്പോൾ ആ സൊല്യൂഷൻ റെഡ് കളറായി മാറുന്നു. റെഡ് കളർ എന്ന് പറഞ്ഞാൽ അവിടെ പ്രൊഡക്റ്റ് ഉണ്ടായെന്നാണ് അർത്ഥം. ഏതാണ് പ്രൊഡക്റ്റ്? FeSCN2+ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഉണ്ടായി. ഈ പ്രൊഡക്റ്റ് ഉണ്ടായപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും യെല്ലോ കളറാണ് Fe3+ന്, FeSCN2+ന് റെഡ് കളർ ആയിരുന്നു. ഇങ്ങനെ ഇത് സിസ്റ്റം സന്തുലനാവസ്ഥയിൽ ഇരിക്കുകയാണ്. സന്തുലനാവസ്ഥയിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് ബീക്കർ, ആ ബീക്കറിനകത്ത് ആ റിയാക്ഷൻ മിക്സ്ചർ ഇവിടെ നമുക്ക് കാണാം. എ എന്ന് പറയുന്ന ബീക്കറിനകത്ത് സൊല്യൂഷൻ അറ്റ് ഇക്വിലിബ്രിയം, അതായത് ഏകദേശം ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന റെഡ് കളറാണ് ഈ കാണിച്ചിരിക്കുന്നത്. FeSCN2+ ആണ്, ഒരു റെഡ് കളറിലിരിക്കുന്നു. അടുത്ത ബീക്കർ ബി ആണ്. ബിക്കകത്ത് ഇൻക്രീസ് ഇൻ SCN-. ഇവിടെ റിയാക്റ്റൻസ് ആരാണ്? SCN- Fe3+. ഈ സന്തുലനാവസ്ഥയിലിരിക്കുന്ന റിയാക്ഷൻ സ്റ്റേറ്റിനകത്തോട്ട് SCN- അളവ് കൂട്ടി, SCN- അളവ് കൂട്ടുവാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഇത് കുറയ്ക്കാൻ വേണ്ടി അത് പ്രൊഡക്റ്റായി മാറുന്നു. പ്രൊഡക്റ്റായി മാറുമ്പോൾ ഈ റെഡ് കളറിന്റെ ഇന്റൻസിറ്റി കൂടുന്നു. അതാണ് ബി എന്ന് പറയുന്ന ബീക്കറിനകത്ത് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. അടുത്ത ബീക്കറാണ് ബീക്കർ സി. ബീക്കർ സിക്കകത്ത് കാണുന്ന ലൈനി നല്ല കളറാ അല്ലെ? ആ കളറും കാരണം എന്താന്ന് ചോദിച്ചാൽ അവിടെ ഇൻക്രീസ് ഇൻ Fe3+.
ഇവിടുത്തെ റിയാക്ടൻസ് ആയ Fe3+ സന്തുലാവസ്ഥയിൽ ഇരിക്കുന്ന സിസ്റ്റത്തിനകത്തോട്ട് കുറച്ച് Fe3+ ആഡ് ചെയ്തു. Fe3+ ആഡ് ചെയ്തപ്പോൾ എന്തായിരിക്കും അത് ശ്രമിക്കുന്നത്? Fe3+ന്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കണം. കോൺസെൻട്രേഷൻ കുറയ്ക്കാൻ വേണ്ടി ആ സിസ്റ്റം ഉടനെ തന്നെ പ്രൊഡക്റ്റ് ഉണ്ടാകുന്നു, ഫോർവേഡ് റിയാക്ഷൻ ഉണ്ടാകുന്നു. ഫോർവേഡ് റിയാക്ഷൻ എന്താണ് അവിടെ ഉണ്ടാകുന്നത്? റെഡ്, നല്ല ഇന്റൻസിറ്റി ഉള്ള റെഡ് കളർ ഉണ്ടാകുന്നു. ഇപ്പം നിങ്ങൾ ബിക്കകത്തും സിക്കകത്തെയും ബീക്കറിനകത്ത് കണ്ടത് രണ്ട് സൊല്യൂഷൻ. ആ സൊല്യൂഷന്റെ കളർ നല്ല കൂടുതലുള്ള നല്ല ഇന്റൻസ് ആയിട്ടുള്ള റെഡ് കളറാണ് അവിടെ കാണുന്നത്. അതിന് കാരണം റിയാക്ടൻസിന്റെ അളവ് കൂട്ടിയത് കൊണ്ടാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അടുത്ത ലാസ്റ്റ് ബീക്കർ ഡിക്കകത്ത് നല്ല മഞ്ഞ കളറാ അല്ലെ? ആ മഞ്ഞ കളറ് സൂചിപ്പിക്കുന്ന എന്തായിരിക്കും? യെല്ലോ കളറാണ്. ഇത് യെല്ലോ കളറുള്ള സൊല്യൂഷനാണ് ബീക്കറിനകത്ത് കാണുന്നത്. അതിന്റെ അർത്ഥം എന്തായിരിക്കും? ഇവിടെ റിയാക്ടൻസ് ആണ് കൂടുതൽ എന്നുള്ളത്. റിയാക്ടൻസ് കൂടുതൽ എന്ന് പറഞ്ഞാല് റിയാക്ടൻസിന്റെ ഇവിടെ Fe3+ യെല്ലോ കളർ എന്ന് പറഞ്ഞ് കാണുന്നത് അല്ലെ? ഇവിടെ പ്രൊഡക്റ്റായ FeSN2+ന്റെ കോൺസെൻട്രേഷൻ കൂട്ടിയപ്പോൾ ആ FeSN2+ എന്ത് ചെയ്യുന്നു? ആ കോൺസെൻട്രേഷൻ കുറയ്ക്കാൻ വേണ്ടി അത് ബാക്ക്വേർഡ് റിയാക്ഷൻ നടത്തുന്നു. ബാക്ക്വേർഡ് റിയാക്ഷൻ നടത്തുമ്പോൾ നമുക്കിവിടെ കാണുകയാണ് അത് Fe3+ എന്നുള്ള കളർ ചേഞ്ചിലേക്ക് മാറുന്നു. പ്രൊഡക്റ്റ് സൈഡ് പ്രൊഡക്റ്റ് എന്തായി മാറുന്നു? അതായത് FeSN2+ പ്രൊഡക്റ്റ് ആണ്. ആ പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാകുമ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടി Fe3+ലേക്ക് മാറുന്നു. അതാണ് യെല്ലോ കളർ ഇവിടെ ഒബ്സർവ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ 4 തരത്തിലുള്ള ബീക്കറാണ് കാണുന്നത്. ഇക്വിലിബ്രിയത്തിലുള്ളത് അതാണ് സാധാരണ ഒരു റെഡ് കളറാണ്. അടുത്തത് 2 എണ്ണം കാണുന്നത് ഇന്റൻസ് നല്ല കടും റെഡാണ്. അതിന് കാരണം റിയാക്ടൻസിന്റെ അളവ് കൂട്ടിയത് കൊണ്ടാണ്. അപ്പോൾ കൂട്ടുമ്പോൾ കൂടുതൽ പ്രൊഡക്റ്റ് ഇവിടെ ഉണ്ടാകുന്നു. അതുപോലെ 4ാമത്തെ ബീക്കറിനകത്ത് കാണുന്ന പ്രൊഡക്റ്റിന്റെ അളവ് കൂട്ടിയത് കൊണ്ടാണ്. പ്രൊഡക്റ്റിന്റെ അളവ് കൂട്ടുമ്പോൾ പ്രൊഡക്റ്റിന്റെ അളവ് കുറയ്ക്കാൻ വേണ്ടി അത് ബാക്ക്വേർഡ് റിയാക്ഷൻ നടത്തുന്നു. ബാക്ക്വേർഡ് റിയാക്ഷനകത്ത് റിയാക്ടൻസിന്റെ കളറാണ് യെല്ലോ കളർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി? 4 കളർ അല്ലെ? എന്നാൽ ഇവിടെ ലേശാലി പ്രിൻസിപ്പിൾ അനുസരിച്ച് സന്തുലനാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു സിസ്റ്റത്തില് കോൺസെൻട്രേഷൻ വ്യത്യാസം വന്നാൽ അത് കുറയ്ക്കാൻ വേണ്ടി റിയാക്ടന്റ് ആണെങ്കിൽ പ്രൊഡക്റ്റായി മാറുന്നു, പ്രൊഡക്റ്റ് ആണെങ്കിൽ അത് റിയാക്ടന്റായി മാറുന്നു. ഓക്കെ, ഇതൊരു എക്സ്പെരിമെന്റ് ആണ്. റെഡിഷ് കളർ അപ്പിയേഴ്സ് ഓൺ ആഡിങ് 2 drops ഓഫ് 0.002 മോളാർ പൊട്ടാസ്യം തയോസൈനേറ്റ് സൊല്യൂഷൻ. ഇത് എങ്ങോട്ട് ആഡ് ചെയ്യുന്നത്? നമ്മുടെ റിയാക്ടൻസ് അയൺ 3 നൈട്രേറ്റും ആയിരുന്നു. അന്നേരം എന്താണ് ഫോം ചെയ്യുന്നത്? FeSN2+ ഉണ്ടാകുന്നത്. പ്രൊഡക്റ്റ് ആണ് FeSN2+. ഈ FeSN2+ ആണ് നമുക്ക് ഇവിടെ എന്ത് കളർ കിട്ടിയത്? റെഡ് കളർ കിട്ടിയത്. ദി ഇന്റൻസിറ്റി ഓഫ് ദ റെഡ് കളർ ബിക്കം കോൺസ്റ്റന്റ് ഓൺ അറ്റൈനിങ് ഇക്വിലിബ്രിയം. This equilibrium can be shifted in either forward or reverse direction depending on our choice of adding a reactant or a product. നമ്മൾ കണ്ട എക്സ്പെരിമെന്റ്. The equilibrium can be shifted in the opposite direction by adding reagents that remove Fe3+ or SCN-. നമുക്കിവിടെ ഓക്സാലിക് ആസിഡ് ആഡ് ചെയ്യുകയാണെങ്കിൽ Fe3+മായിട്ട് റിയാക്ട് ചെയ്ത് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട് ഉണ്ടാകുന്നു. Thus decrease the concentration of Fe3+ in accordance with the Lalson principle. The concentration stress of removed Fe3+ is relieved by dissociation of FeSN2+ to replenish the Fe3+ ion because the concentration of FeSN2+ decreases in the intensity of red color decreases. ഇവിടെ പ്രൊഡക്റ്റ് ആയ FeSN2+ന്റെ കളർ റെഡ് കളറാണ്. ആ റെഡ് കളറിന്റെ ഇന്റൻസിറ്റി കുറയുന്നു. എങ്ങനെയാണ് ഇന്റൻസിറ്റി കുറയുന്നത്? റിയാക്ടൻസ് ആയ Fe3+ന്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കുക. എങ്ങനെയാണ് കോൺസെൻട്രേഷൻ കുറയ്ക്കുന്നത്? അവിടെ വേറെ ഓക്സാലിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ Fe3+ വേറെ സ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട് ഉണ്ടാകുന്നു. അതുകൊണ്ട് ഈ നമ്മുടെ പ്രൊഡക്റ്റ് ആയ FeSN2+ അതിന്റെ അളവ് കുറയുമ്പോൾ അവിടുത്തെ ഇന്റൻസിറ്റി ഓഫ് റെഡ് കളർ കുറയുന്നു. ഇതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റിയാക്ടൻസിന്റെ ഒക്കെ കോൺസെൻട്രേഷൻ കുറയ്ക്കുമ്പോൾ വ്യത്യാസം അവിടെ വരുന്നു. അതുപോലെ HgCl2 ഓൾസോ ഡിക്രീസസ് റെഡ് കളർ. പ്രൊഡക്റ്റിന്റെ റെഡ് കളർ കുറയ്ക്കുന്നു. എങ്ങനെയാന്ന് ചോദിച്ചാൽ Hg2+ റിയാക്ട് വിത്ത് SCN-. എന്താണ്? റിയാക്ടന്റ് ആണ്. റിയാക്ടന്റുമായിട്ട് കൂടി ചേരുമ്പോൾ അതൊരു സ്റ്റേബിൾ കോംപ്ലക്സ് ഉണ്ടാകുന്നു. ആ സ്റ്റേബിൾ കോംപ്ലക്സ് ഉണ്ടാകുന്നത് മൂലം നമുക്കിവിടെ it shifts the equilibrium in equation from right to left to replenish SCN- ion. Addition of potassium thiocyanate on other hand increases the color intensity of solution as it shifts the equilibrium to right. നമ്മളിവിടെ റിയാക്ടൻസിന്റെ അളവ് കുറയുമ്പോൾ പ്രൊഡക്റ്റായ FeSN2+ന്റെ ഇന്റൻസിറ്റി കുറയുന്നു എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. ലേശാലി പ്രിൻസിപ്പിൾ അനുസരിച്ച് നമ്മൾ പഠിക്കുവാണ്. ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് കോസസ് the equilibrium to shift to the, അതായത് റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ എന്തുണ്ടാകുന്നു? പ്രൊഡക്റ്റ് കൂടുതലായിട്ടുണ്ടാകുന്നു.
ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് കോസ് ദ ഇക്വിലിബ്രിയം ടു ഷിഫ്റ്റ് ടു ദ പ്രൊഡക്റ്റ് സൈഡ്. ഏതാ പ്രൊഡക്റ്റ് സൈഡ് എന്ന് പറയുന്നത്? റൈറ്റിലോട്ടുള്ളതാണ് പ്രൊഡക്റ്റ് സൈഡ് അല്ലെ, ലെഫ്റ്റ് ടു റൈറ്റ്. ഇനി ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് കോസ് ദ ഇക്വിലിബ്രിയം ടു ഷിഫ്റ്റ് എങ്ങോട്ടായിരിക്കും? കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് കൂടുവാണെങ്കിൽ അത് എന്താകുന്നു? റിയാക്ടൻസ് ആയി മാറുന്നു. പ്രൊഡക്റ്റിന്റെ അളവ് കുറയ്ക്കാൻ വേണ്ടി അത് റിയാക്ടൻ സൈഡിലേക്ക് മാറും. റിയാക്ടൻ സൈഡ് എന്ന് പറഞ്ഞാൽ ഏത് സൈഡാണ്? ലെഫ്റ്റ് സൈഡ്. ഓക്കെ, റൈറ്റും ലെഫ്റ്റും ഒക്കെ ഓർത്തിരിക്കുക. നമുക്ക് ഇതൊന്ന് സമപ്പ് ചെയ്യാം. ഇൻക്രീസ് ഇൻ പ്രൊഡക്റ്റ് ആണെങ്കിൽ ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ഇൻ ലെഫ്റ്റ്. ഓർത്തിരിക്കുക, ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ഇൻ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? പ്രൊഡക്റ്റ് കൂടുമ്പോൾ പ്രൊഡക്റ്റിന്റെ അളവ് കുറയ്ക്കാൻ വേണ്ടി റിയാക്ടൻ സൈഡിലേക്ക് അത് റിയാക്ഷൻ നടക്കുന്നു. അതാണ് ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ബാക്ക്വേർഡ് റിയാക്ഷൻ അല്ലെങ്കിൽ റിവേഴ്സ് റിയാക്ഷൻ. ഡിക്രീസ് ഇൻ പ്രൊഡക്റ്റ് കുറയ്ക്കുമ്പോൾ എന്താണ് ശ്രമിക്കുന്നത്? കൂട്ടാൻ ശ്രമിക്കുന്നു. ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ഇൻ ഇക്വിലിബ്രിയം റൈറ്റ്. ഇൻക്രീസ് ഇൻ റിയാക്ടൻസ് ഷിഫ്റ്റ് ഇൻ ഇക്വിലിബ്രിയം റൈറ്റ്. അതുപോലെ ഡിക്രീസ് ഇൻ റിയാക്ടൻസ് ആണെങ്കിൽ ഷിഫ്റ്റ് ഇൻ ഇക്വിലിബ്രിയം ലെഫ്റ്റ്. ഓർത്തിരിക്കുക, എവിടെയാണോ കൂടുതൽ അത് കുറയ്ക്കാൻ വേണ്ടി ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകും. ലെഷാലെ പ്രിൻസിപ്പിൾ വിത്ത് എ ചേഞ്ച് ഓഫ് പ്രഷർ ഓൺലി അപ്ലൈസ് ടു റിയാക്ടിംഗ് ഇൻവോൾവിംഗ് ഗ്യാസസ്. ഇനി നമുക്കൊരു റിയാക്ഷന് ഗ്യാസ് മോളിക്യൂൾസ് ആണ് അതിനകത്ത് പങ്കെടുക്കുന്നത്. അവിടെയാണ് പ്രഷറിന്റെ പരാമർശം ഉണ്ടാകുന്നത്. നമുക്ക് പ്രഷർ അങ്ങനെയുള്ള ആ റിയാക്ഷൻ പഠിക്കുന്നതിന് മുമ്പ് എന്താണ് ആ പ്രഷറിനെ പറ്റി 2-3 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. What would happen if you change the conditions by increasing the pressure? Lalson says the position of equilibrium will move in such a way as to counteract the change. പ്രഷറിന് ചേഞ്ച് വന്നാൽ അവിടെ അത് ഇല്ലാതാക്കാൻ വേണ്ടി സിസ്റ്റം ശ്രമിക്കുന്നു. ഇപ്പം പ്രഷർ ഇൻക്രീസ് ചെയ്യാണ്, പ്രഷർ കൂട്ടുകയാണെങ്കിൽ the position of equilibrium will move so that the pressure is reduced. പ്രഷർ കൂട്ടുകയാണെങ്കിൽ സിസ്റ്റം പ്രഷർ കുറയ്ക്കാൻ ശ്രമിക്കുന്നു. The position of equilibrium will move so that the pressure is reduced. Okay? അങ്ങനെ പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രഷർ റെഡ്യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വേണം, ഇഫ് യു റെഡ്യൂസ് നമ്പർ ഓഫ് മോളിക്യൂൾസ് യു റെഡ്യൂസ് ദ പ്രഷർ. ആ കാര്യം കാണാതെ പഠിക്കുക. റെഡ്യൂസ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ്, റെഡ്യൂസ് ദ പ്രഷർ. കാരണം എന്താണ് പ്രഷർ? പ്രഷർ ഈസ് കോസ്ഡ് ബൈ ഗ്യാസ് മോളിക്യൂൾസ് ഹിറ്റിംഗ് ദ സൈഡ്സ് ഓഫ് ദെയർ കണ്ടെയ്നർ. പ്രഷർ എന്ന് പറഞ്ഞാല് ഫോഴ്സ് ആണ്. എങ്ങനെയാണ്? കോസ്ഡ് ബൈ ഗ്യാസ് മോളിക്യൂൾ ഹിറ്റിംഗ് ദ സൈഡ്സ് ഓഫ് ദെയർ കണ്ടെയ്നർ. The more molecule you have in the container, the higher the pressure will be. എത്ര മോളിക്യൂൾ കൂടുതലുണ്ടോ അത്രയും പ്രഷർ കൂടുതലാണ്. അതുകൊണ്ടാണ് പ്രഷർ കുറയ്ക്കണമെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് കുറച്ചാൽ മതി. If you reduce the number of molecule, you reduce the pressure. Okay? ഈ കാര്യം മനസ്സിലേക്ക് നല്ലപോലെ കൊണ്ടുവരിക. If you reduce the number of molecule, you reduce the pressure. നമുക്ക് 1-2 എക്സാമ്പിൾസ് നോക്കാം. പ്രഷറിന്റെ എഫക്റ്റ് എങ്ങനെയാണ്? നമുക്കൊരു ഇക്വേഷൻ എടുക്കുകയാണ്. A+2B gives C+D. റിവേഴ്സിബിൾ റിയാക്ഷൻ, ഫോർവേഡ് റിയാക്ഷൻ നടക്കുന്നുണ്ട്, ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കുന്നുണ്ട്. ഇവിടെ റിയാക്ഷൻ സൈഡിനകത്ത് 3 മോളിക്യൂളാണ്. ഒരു എയും 2 ബിയും 3 മോളിക്യൂൾ. പ്രൊഡക്റ്റ് സൈഡിനകത്ത് 2 മോളിക്യൂളാണ് ഇവിടെ ഉള്ളത്. എന്നിട്ട് ഓർത്തിരിക്കുക, റിയാക്ഷൻ സൈഡിനകത്താണ് നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടുതൽ 3, പ്രൊഡക്റ്റ് സൈഡിനകത്ത് 2 മോളിക്യൂൾ. There are 3 molecules on the left hand side of the equation, but only 2 on the right. By forming more C and D from A and B, you reduce the number of molecules and the pressure decreases. Increasing the pressure on a gas. ഇവിടെ പ്രഷർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ the reaction shift the position of equilibrium towards the side with the fewer molecules. എന്തായിരിക്കും അർത്ഥം? നമ്മൾ നേരത്തെ മനസ്സിലാക്കിയായിരുന്നു, ഒരു പ്രഷർ റെഡ്യൂസ് ചെയ്യണമെങ്കിൽ അതിന്റെ നമ്പർ ഓഫ് മോൾസ് കുറച്ചാൽ മതി അല്ലെ. പ്രഷർ റെഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്പർ ഓഫ് മോൾസ് കുറച്ചാൽ മതി. ഇവിടെ സിസ്റ്റം സന്തുലിതാവസ്ഥയിലിരിക്കുന്ന സിസ്റ്റത്തിനകത്തോട്ട് പ്രഷർ ഇൻക്രീസ് ചെയ്യണം, പ്രഷർ കൂട്ടുമ്പോൾ ആ പ്രഷർ കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ പ്രഷർ കുറയ്ക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്പർ ഓഫ് മോൾസ് കുറയ്ക്കണം. ആ നമ്പർ ഓഫ് മോൾസ് കുറവുള്ളത് എവിടെയാണ്? ഇവിടെ നമ്മുടെ പ്രൊഡക്റ്റ് സൈഡിനകത്താണ് കുറവ്. അതുകൊണ്ട് ഈ സിസ്റ്റത്തിനകത്ത് ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന സിസ്റ്റത്തില് പ്രഷർ കൂട്ടിയാൽ A+2B gives C+D എന്ന ആ റിയാക്ഷൻ നടക്കുന്നത്. അതായത് ഫോർവേഡ് റിയാക്ഷൻ നടക്കുന്നു. ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ റൈറ്റിലേക്ക് നടക്കുന്നു. റിയാക്ഷൻ എങ്ങോട്ട് നടക്കുന്നു? പ്രൊഡക്റ്റ് സൈഡിലേക്ക് നടക്കുന്നു.
increasing the pressure on a gas, reaction shifts the position of equilibrium towards the side with the fewer molecules. Okay, ഇവിടെ നമ്മൾ എന്താ കണ്ടത്? പ്രഷർ ഇൻക്രീസ് ചെയ്തപ്പോൾ പ്രഷർ കുറയ്ക്കാൻ ശ്രമിക്കുന്നു. പ്രഷർ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് കുറവുള്ളിടത്താണ് പ്രഷർ കുറവ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വേറൊരു കണ്ടീഷൻ, വാട്ട് വുഡ് ഹാപ്പൻ ഇഫ് യു ചേഞ്ച് ദ കണ്ടീഷൻസ് ബൈ ഡിക്രീസിംഗ് ദ പ്രഷർ? നിങ്ങളുടെ മനസ്സിലേക്ക് വേണം ഡിക്രീസിംഗ് ദ പ്രഷർ. ഡിക്രീസിംഗ് ദ പ്രഷർ എന്ന് പറഞ്ഞാൽ പ്രഷർ ഇൻക്രീസ് ചെയ്യാൻ സിസ്റ്റം ശ്രമിക്കുന്നു. ഒരു സിസ്റ്റം സന്തുലിതാവസ്ഥയിലിരിക്കുന്ന സിസ്റ്റത്തിന്റെ പ്രഷർ കുറച്ചപ്പോൾ ആ പ്രഷറിനെ കൂട്ടാൻ വേണ്ടി സിസ്റ്റം ശ്രമിക്കുന്നു. പ്രഷർ കൂട്ടാൻ സിസ്റ്റം ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? നമ്പർ ഓഫ് മോളിക്യൂൾസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസ് കൂടുതലുള്ളിടത്തേക്ക് സിസ്റ്റം പോകുന്നു. നമുക്കിവിടെ കാണാം നമ്പർ ഓഫ് മോൾസ് കൂടുതലുള്ള എവിടെയാണ്? റിയാക്ടന്റ് സൈഡിലാണ്. അതുകൊണ്ട് പ്രഷർ കുറയ്ക്കുമ്പോൾ കൂട്ടാൻ വേണ്ടി നമ്മൾ ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ C plus D gives A plus 2B. The position of equilibrium moves to the left if you decrease the pressure on the reaction. The equilibrium will move to increase the pressure by producing more molecule. The position of equilibrium will move towards the left hand side of the reaction. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലോട്ട് ഓർക്കണം, പ്രൊഡക്റ്റ് റിയാക്റ്റന്റ് ആയി മാറി. പ്രൊഡക്റ്റ് റിയാക്റ്റന്റ് ആയി മാറി, ലെഫ്റ്റിലേക്ക് റിയാക്ഷൻ നടക്കുകയാണ്. അന്നേരം ഇതാണ് what would happen if you change the condition by decreasing the pressure എന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ട ആൻസർ. ഇതുപോലെ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. A plus B gives C. മൂന്നും ഗേഷ്യസ് വാതകാവസ്ഥ, അതുകൊണ്ട് നമുക്ക് പ്രഷർ ഇവിടെ പറയാം. ഇവിടെ ഈ ഇക്വേഷനകത്ത് നമുക്ക് തന്നെ നോക്കാം. റിയാക്ടൻസ് സൈഡിനകത്ത് 2 മോൾസ് റിയാക്ടൻസ് ഉണ്ട്, പ്രൊഡക്റ്റിനകത്ത് 1 മോൾസേ ഉള്ളൂ. ഇവിടെ ചേഞ്ച് നടത്തുവാണ്. ചേഞ്ച് ഇൻക്രീസ് പ്രഷർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്തിനാണ് സിസ്റ്റം ശ്രമിക്കുന്നത്? പ്രഷർ കുറയ്ക്കാൻ ശ്രമിക്കും. പ്രഷർ കുറയ്ക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? അവിടെ നമ്പർ ഓഫ് മോൾസ് കുറവുള്ളിടത്താണ് പ്രഷർ റിയാക്ഷൻ നടക്കുന്നത്. അന്നേരം ഇൻക്രീസ് ദ പ്രഷർ സൈഡ് വിത്ത് ദ ഫ്യൂവസ്റ്റ് മോൾസ് ഓഫ് ഗ്യാസ്. ഇങ്ങോട്ട് പോയി ഷിഫ്റ്റ് ദ ഇക്വിലിബ്രിയം സൈഡ് വിത്ത് ദ ഫ്യൂവസ്റ്റ് മോൾസ്. ഇനി പ്രഷർ കുറയ്ക്കാൻ ശ്രമിച്ചു, പ്രഷർ കുറച്ചു. അന്നേരം എന്ത് ചെയ്യും? സിസ്റ്റം പ്രഷർ കൂട്ടാൻ ശ്രമിക്കും. പ്രഷർ കൂടുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് മോൾസ് കൂടുതലുള്ളിടത്താണ് പ്രഷർ കൂടുതലുള്ള. അന്നേരം സിസ്റ്റം എന്ത് ചെയ്യുന്നു? ഷിഫ്റ്റ് ദ ഇക്വിലിബ്രിയം സൈഡ് വിത്ത് ദ മോസ്റ്റ് മോൾസ് ഓഫ് ഗ്യാസ്. അന്നേരം നമുക്ക് പറയാൻ സാധിക്കും ഏത് റിയാക്ഷൻ ആയിരിക്കും നടക്കുന്നത്? ബാക്ക്വേർഡ് റിയാക്ഷൻ. അതായത് പ്രൊഡക്റ്റ് റിയാക്ടൻസ് ആയി മാറുന്ന റിയാക്ഷനാണ് അവിടെ നടക്കുന്നത് പ്രഷർ ഡിക്രീസ് ചെയ്യുമ്പോൾ. ഓക്കെ, ഇത് ഓർത്തിരിക്കുക. എന്നാണ് നമ്മുടെ മനസ്സിലോട്ട് വേണം പ്രഷറും നമ്പർ ഓഫ് മോൾസും തമ്മിലുള്ള റിലേഷൻ. പ്രഷർ കൂടുമ്പോൾ സിസ്റ്റം പ്രഷർ കുറയ്ക്കാൻ ശ്രമിക്കുന്നു. പ്രഷർ കുറയുന്ന എപ്പോഴാണ്? നമ്പർ ഓഫ് മോൾസ് കുറയുമ്പോൾ. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഇക്വേഷനാണ് N2 plus 3H2 gives 2NH3. റിയാക്ടന്റ് സൈഡിനകത്ത് 4 മോൾസ് ഓഫ് ഗ്യാസ് ആണ്. അതായത് 1 നൈട്രജനും 3 ഹൈഡ്രജനും 4 മോൾസ്. മോർ ഗേഷ്യസ് മോളിക്യൂൾ ആണ്. പ്രൊഡക്റ്റ് സൈഡിനകത്ത് 2 മോൾസേ ഉള്ളൂ, ഫ്യൂവർ ഗേഷ്യസ് മോളിക്യൂൾ. പൊസിഷൻ ഓഫ് ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ടു സൈഡ് വിത്ത് ഫ്യൂവർ നമ്പർ ഓഫ് ഗേഷ്യസ് മോളിക്യൂൾ റിസൾട്ട് ഇൻ എ ഡിക്രീസ് ഇൻ പ്രഷർ. കുറവുള്ളിടത്തോട്ട് പോയാൽ അവിടെ ഡിക്രീസ് ഇൻ പ്രഷർ ഉണ്ടാകുന്നു. പൊസിഷൻ ഓഫ് ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ടുവേഴ്സ് സൈഡ് വിത്ത് ഗ്രേറ്റർ നമ്പർ ഓഫ് ഗേഷ്യസ് മോളിക്യൂൾ റിസൾട്ട് ഇൻ ഇൻക്രീസ് ഇൻ പ്രഷർ. കൂടുതലുള്ളിടത്ത് ഇൻക്രീസ് ഇൻ പ്രഷറും കുറവുള്ളിടത്ത് ഡിക്രീസ് ഇൻ പ്രഷറും. എന്നിട്ട് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഈ സന്തുലിതാവസ്ഥയിലിരിക്കുന്ന നൈട്രജൻ അമോണിയയുടെ പ്രിപ്പറേഷനുള്ള സിസ്റ്റത്തിനകത്തോട്ട് പ്രഷർ കൂട്ടിയാൽ എന്ത് സംഭവിക്കും? എന്നിട്ട് എന്താ പ്രഷർ കുറച്ചാൽ എന്ത് സംഭവിക്കും? എന്നിട്ട് നിങ്ങളുടെ മനസ്സിലോട്ട് വരണം നമ്പർ ഓഫ് മോൾസ്. ഓക്കെ, what happens if there are the same number of molecules on both sides of the equilibrium reaction? അതായത് 2 റിയാക്ടൻസിന്റെ എണ്ണം 2 പ്രൊഡക്റ്റിന്റെ എണ്ണവും 2 ആണെങ്കിൽ എന്തായിരിക്കും അവിടെ? what happens if there are same number of molecules on both sides of the equilibrium reaction? In that case, increasing the pressure has no effect. പ്രഷറിന് no effect ആണ്. With the same number of molecules on both sides, the equilibrium can move in any way that will reduce the pressure again. Okay, അന്നേരം അവിടെ നമുക്ക് പ്രഷറിന്റെ പ്രസക്തി ഇല്ല. നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് റിയാക്ടൻസും നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് പ്രൊഡക്റ്റും സെയിം ആണെങ്കിൽ. ഇത്രയും കാര്യങ്ങൾ പ്രഷറിന്റെ കാര്യം നിങ്ങൾ പഠിച്ചു. അത് മനസ്സിലോട്ട് ഓർത്തിരിക്കുക. ഇനി അടുത്ത ഇപ്പൊ നമ്മൾ ലേശാലി പ്രിൻസിപ്പിളിനകത്ത് കോൺസെൻട്രേഷനും പ്രഷറിന്റെയും ചേഞ്ച് വന്നാൽ എങ്ങനെയാണ് സിസ്റ്റം അതില്ലാതാക്കാൻ ശ്രമിക്കുന്നത് നോക്കി.
ഇനി നമുക്ക് ടെമ്പറേച്ചർ നോക്കാം. ടെമ്പറേച്ചർ നമ്മൾ അമോണിയയുടെ തന്നെ പ്രിപ്പറേഷനാണ്. എന്താണ് അമോണിയയുടെ പ്രിപ്പറേഷൻ? ഹൈഡ്രജനും കൂടെ കൂടി ചേരുമ്പോൾ നമ്മുടെ ഹേബർ പ്രോസസ് ഓർത്തിരിക്കുക. ഈ ഹൈഡ്രജനും കൂടെ കൂടി ചേർന്ന് അമോണിയ ഉണ്ടാകുന്നത് ആ ഫോർവേഡ് റിയാക്ഷൻ എക്സോതെർമിക് ആണ്. ഇനി അത് റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. എന്താ കാരണം? അമോണിയ ഡീകമ്പോസ് ചെയ്ത നൈട്രജനും ഹൈഡ്രജനുമായിട്ട് മാറുന്നുണ്ട്, റിയാക്ടന്റ് ആയിട്ട് മാറുന്നുണ്ട്. എന്നിട്ട് അത് റിവേഴ്സിബിൾ റിയാക്ഷനുമാണ്. ഈ ഒരു കാര്യം പ്രത്യേകം ഓർത്തിരിക്കണം. റിവേഴ്സിബിൾ റിയാക്ഷനകത്ത് ഫോർവേഡ് റിയാക്ഷൻ എക്സോതെർമിക് ആണെങ്കിൽ അടുത്ത അതിന്റെ ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് മസ്റ്റ് ആയിട്ടും എൻഡോതെർമിക് ആയിരിക്കും. എന്തായിരിക്കും? എക്സോതെർമിക് ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്നു, എൻഡോതെർമിക് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു. ഓർത്തിരിക്കുക. റിവേഴ്സിബിൾ റിയാക്ഷനകത്ത് ഒരു റിയാക്ഷൻ എക്സോ ആണെങ്കിൽ മറ്റേ റിയാക്ഷൻ എൻഡോ ആയിരിക്കും എന്നുള്ള ഓപ്പോസിറ്റ് ആയിരിക്കും. അതുപോലെ നമുക്കറിയാം റേറ്റിന്റെ നിരക്ക് റേറ്റും എങ്ങനെയായിരിക്കും? ഇൻവേഴ്സ് ആയിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ളത്. എനർജി ചേഞ്ചസ് ഇൻ റിവേഴ്സിബിൾ റിയാക്ഷൻ. റിവേഴ്സിബിൾ റിയാക്ഷൻസ് ആർ എക്സോതെർമിക്. എന്താ എക്സോതെർമിക്? ഗിവ് ഔട്ട് ഹീറ്റ് in one direction and endothermic take in heat in the other. The same amount heat in joules energy is given out in one direction and taken in the other direction. Okay, ഇത് ഓർത്തിരിക്കണം. How does changing the temperature affect dynamic equilibrium? നമുക്ക് അതിനു വേണ്ടി whether heat is evolved or absorbed during the reaction. ഇപ്പോൾ റിവേഴ്സിബിൾ റിയാക്ഷൻ തന്നിരിക്കുക. ആ റിവേഴ്സിബിൾ റിയാക്ഷനകത്ത് ഏത് റിയാക്ഷനാണ്? ഫോർവേഡ് റിയാക്ഷൻ ആണോ എൻഡോതെർമിക്, ബാക്ക്വേർഡ് റിയാക്ഷൻ ആണോ എൻഡോതെർമിക് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഏതാണ് എക്സോയും എൻഡോ എന്നും ഉള്ളത് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. എങ്കിൽ മറ്റേ ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്തായിരിക്കും? അത് ഒരാൾ എക്സോ ആണെങ്കിൽ മറ്റേ എൻഡോ ആയിരിക്കും. നമുക്കിവിടെ A+2B gives C+D delta H that is equal to -250 kilojoule per mole. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ 250 kilojoule is evolved when A and B react completely to give C and D. ഇതൊരു തെർമോകെമിക്കൽ ഇക്വേഷൻ ആണ്. തെർമോകെമിക്കൽ ഇക്വേഷനകത്ത് ഇത് കാണിച്ചിരിക്കുന്നത് ഫോർവേഡ് റിയാക്ഷന്റെ ആണ് മൈനസ് എന്ന് പറയുന്നത്, എക്സോതെർമിക് എവോൾഡ്. ഇനി ഇതിന് ഓപ്പോസിറ്റ് റിയാക്ഷൻ C+D കമ്പൈൻ ചെയ്ത് A+2B ആകുന്നു. അതെന്തായിരിക്കും? 250 kilojoule ഈസ് അബ്സോർഡ്, അതായത് എൻഡോതെർമിക് റിയാക്ഷൻ ആയിരിക്കും. ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് എൻഡോതെർമിക്. ഇത് എക്സോ ആണെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ എക്സോ ആണെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ മസ്റ്റ് ആയിട്ടും എന്തായിരിക്കും? എൻഡോ ആയിരിക്കും. എന്നാൽ ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഒരാൾ എക്സോ ആണെങ്കിൽ ഓപ്പോസിറ്റ് റിയാക്ഷൻ എൻഡോ ആയിരിക്കും. What would happen if we change the condition by increasing the temperature? ടെമ്പറേച്ചർ കൂട്ടിയാൽ എന്തായിരിക്കും ഇവിടെ സംഭവിക്കുന്നത്? According to Lalson, the position of equilibrium will to counteract the change. Lalson principle അനുസരിച്ച് counteract ചെയ്യും. That means that the position of equilibrium will move so that the temperature is reduced. ടെമ്പറേച്ചർ കൂട്ടുവാണെങ്കിൽ ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന സിസ്റ്റം അത് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. If the system is in equilibrium at 300 degrees Celsius and you increase the temperature to 500 degrees Celsius, കൂട്ടി, how can the reaction counteract the change? ഇവിടെ A+2B C+D ആണ്. ഡെൽറ്റ H -250 ആണ്. ഇവിടെ ഈ സന്തുലനാവസ്ഥയിൽ ഇരുന്നപ്പോൾ അതിന്റെ ടെമ്പറേച്ചർ കൂട്ടിയപ്പോൾ നിങ്ങൾക്കറിയാം ദ ബാക്ക്വേർഡ് റിയാക്ഷൻ അബ്സോർബ് ഹീറ്റ്. എൻഡോതെർമിക് റിയാക്ഷൻ എന്താണ്? C+D A+2B തരുന്നതാണ് ബാക്ക്വേർഡ് റിയാക്ഷൻ, അതായത് എൻഡോതെർമിക്. കാരണം A+2B C+D തരുന്നത് എക്സോതെർമിക് ആണ്, അതുകൊണ്ട് തിരിച്ചുള്ളതാണ് ബാക്ക്വേർഡ്. The new equilibrium mixture contains more A and B and less C and D. ഇതിന്റെ ഫലമായിട്ട് ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ആ ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടി അത് A+2B റിയാക്ഷൻ സൈഡിലേക്ക് പോകുന്നു. നമ്മുടെ മനസ്സിലേക്ക് വരണം, എക്സോതെർമിക് റിയാക്ഷന് ലോ ടെമ്പറേച്ചർ ആണ് ഫേവറബിൾ, ലോ ടെമ്പറേച്ചർ. എൻഡോതെർമിക് റിയാക്ഷന് ഹൈ ടെമ്പറേച്ചർ ആണ് ഫേവറബിൾ. ഓർത്തിരിക്കുക. What would happen if you change the condition by decreasing the temperature? Decreasing the temperature എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വേണേ എക്സോതെർമിക് റിയാക്ഷൻ. Lalson principle says that the equilibrium will move in such a way to counteract the change. The reaction will tend to heat itself up again, return to the original temperature. ടെമ്പറേച്ചർ കുറച്ചാൽ ആ ടെമ്പറേച്ചർ ആ സ്ഥിതിയിലേക്ക് തിരിച്ചെത്താൻ വേണ്ടി സിസ്റ്റം ശ്രമിക്കുന്നു. നമ്മളിവിടെ എക്സോതെർമിക് റിയാക്ഷനും എൻഡോതെർമിക് റിയാക്ഷന്റെയും ഒന്ന് ഡീപ്പായിട്ട് പഠിക്കണം. Exothermic reaction produces heat. Heat is produced. Adding energy shifts the equilibrium to the left, away from the heat. അതുപോലെ endothermic reaction absorb energy. എക്സോതെർമിക്കിനകത്ത് ഹീറ്റ്
പ്രൊഡ്യൂസ്ഡ് ആണ്. എൻഡോതെർമിക്കിനകത്ത് അബ്സോർബ് എനർജി, അതായത് ഹീറ്റ് ഈസ് എ റിയാക്ടന്റ്. ഓർത്തിരിക്കുക, എൻഡോതെർമിക് റിയാക്ഷനകത്ത് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ഹീറ്റാണ് റിയാക്ടന്റ് എൻഡോതെർമിക്കിനകത്ത്. എക്സോതെർമിക്കിനകത്ത് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അവിടെ ഹീറ്റാണ്. എക്സോതെർമിക് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, എൻഡോതെർമിക് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു. ആഡിങ് എനർജി ഷിഫ്റ്റ് ദ ഇക്വിലിബ്രിയം ടു ദ റൈറ്റ് അവേ ഫ്രം ദ ഹീറ്റ് ടേം. ആഡിങ് എനർജി ഷിഫ്റ്റ് ദ ഇക്വിലിബ്രിയം ടു ദ റൈറ്റ്. അങ്ങനെയാണെങ്കിൽ ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ ആണെങ്കിൽ ഷിഫ്റ്റ് ദി ഇക്വിലിബ്രിയം ഇൻ ഡയറക്ഷൻ ഓഫ് എക്സോതെർമിക് റിയാക്ഷൻ. ഇത്രയും കാര്യം ഓർത്തിരുന്നാൽ മതി, എളുപ്പമാണ്. എക്സോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ ആണ് ഫേവറബിൾ, അതായത് ഷിഫ്റ്റ് ദി ഇക്വിലിബ്രിയം ടുവേഴ്സ് എക്സോതെർമിക് റിയാക്ഷൻ. ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ആണെങ്കിൽ ഷിഫ്റ്റ് ദി ഇക്വിലിബ്രിയം ഇൻ ഡയറക്ഷൻ ഓഫ് എൻഡോതെർമിക് റിയാക്ഷൻ. കാരണം എക്സോതെർമിക് റിയാക്ഷനകത്ത് ഹീറ്റ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ആണ്, അതായത് ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ ഷിഫ്റ്റ് ദി ഇക്വിലിബ്രിയം ഇൻ ഡയറക്ഷൻ ഓഫ് എക്സോതെർമിക് റിയാക്ഷൻ. എൻഡോതെർമിക് റിയാക്ഷനകത്ത് റിയാക്ടൻസ് ആയിട്ട് ഹീറ്റിനെ കാണുവാണ്, അതുകൊണ്ട് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഷിഫ്റ്റ് ദി ഇക്വിലിബ്രിയം ഇൻ ഡയറക്ഷൻ ഓഫ് എൻഡോതെർമിക് റിയാക്ഷൻ. ഇത്ര ഓർത്തിരുന്നാൽ മതി. എക്സോതെർമിക് ലോ ടെമ്പറേച്ചർ, എൻഡോതെർമിക് ഹൈ ടെമ്പറേച്ചർ. Increase in temperature, equilibrium moves in the endothermic direction to reverse the change. Decrease in temperature, equilibrium moves in exothermic direction. Okay, to reverse the change. N2 plus VH2 gives 2NH3. Delta H minus 92.38 kilojoule per mole. നമുക്കറിയാം ഇതിന്റെ ഈ തെർമോകെമിക്കൽ ഇക്വേഷൻ കാണുമ്പോൾ ഡെൽറ്റ എച്ച് മൈനസ് ആണ്, അതുകൊണ്ട് എക്സോതെർമിക് റിയാക്ഷൻ ആണ് അമോണിയ ഉണ്ടാകുന്ന റിയാക്ഷൻ. ഇറ്റ് ഈസ് ആൻ എക്സോതെർമിക് റിയാക്ഷൻ. അക്കോർഡിംഗ് ടു ലേഷാലി പ്രിൻസിപ്പിൾ, റേസിംഗ് ദി ടെമ്പറേച്ചർ ഷിഫ്റ്റ് ദി ഇക്വിലിബ്രിയം ടു ലെഫ്റ്റ്. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ് പോണത്? അമോണിയ പ്രൊഡക്റ്റ് ഉണ്ടാകാതെ അത് റിയാക്ഷൻസ് ആയിട്ട് പിന്നെ തിരിച്ചു പോകുന്നു. ഇൻ അതർ വേർഡ്സ്, ലോ ടെമ്പറേച്ചർ ഈസ് ഫേവറബിൾ ഫോർ ഹൈ yield ഓഫ് അമോണിയ. എക്സോതെർമിക് റിയാക്ഷൻ ലോ ടെമ്പറേച്ചർ ആണ് വേണ്ടത്. ലോ ടെമ്പറേച്ചർ കൊടുത്താൽ അമോണിയ ഉണ്ടാകുന്നു. അമോണിയ ഉണ്ട്, ഒത്തിരി ലോ ടെമ്പറേച്ചർ ആയാൽ റിയാക്ഷൻ നടക്കുന്ന വളരെ സാവധാനമായിരിക്കും. ബട്ട് പ്രാക്ടിക്കലി വെരി ലോ ടെമ്പറേച്ചർ സ്ലോ ഡൗൺ ദ റിയാക്ഷൻ ആൻഡ് ദസ് എ കാറ്റലിസ്റ്റ് ഈസ് യൂസ്ഡ്. അന്നേരമാണ് ഇവിടെ ഹേബർ പ്രോസസ്സിനകത്ത് അയൺ ഒക്കെ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. കാറ്റലിസ്റ്റ് എന്താണ്? റിയാക്ഷനെ സ്പീഡിൽ നടക്കുന്നു. ഒപ്റ്റിമം കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ഓർത്തിരിക്കുക. അമോണിയയുടെ ഹേബർ പ്രോസസ്സിനകത്ത് ഒപ്റ്റിമം കണ്ടീഷൻ അല്ലെങ്കിൽ അമോണിയ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകേണ്ട ടെമ്പറേച്ചർ തന്നെയാണ് ഒപ്റ്റിമം കണ്ടീഷൻസ് ഉള്ള ടെമ്പറേച്ചറും പ്രഷറുമാണ്. കാറ്റലിസ്റ്റ് ഉപയോഗിക്കണം. ടെമ്പറേച്ചർ 500 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് പ്രഷർ 200 അറ്റ്മോസ്ഫിയർ ഒക്കെയാണ് ഇവിടെ ഒപ്റ്റിമം ടെമ്പറേച്ചർ ആയിട്ട് ഉപയോഗിക്കുന്നത്. നമുക്ക് എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഒരു എക്സ്പെരിമെന്റ് വെച്ച് നോക്കാം. ഇവിടെ ഒരു റിയാക്ഷൻ നടക്കുകയാണ്. ആ ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന റിയാക്ഷൻ ആണ്. NO2 എന്ന് പറയുന്ന N2O4 ആയി മാറുന്നു. NO2 ബ്രൗൺ കളറുള്ള ഗ്യാസ് ആണ്. ബ്രൗൺ കളറുള്ള ഗ്യാസ് N2O4 ആയി മാറുന്നു. ഇതിന് NO2ന്റെ കളർ ബ്രൗൺ ഇൻ കളറാണ്, നല്ല നമുക്ക് കാണാൻ സാധിക്കും അത് ബ്രൗൺ കളറ്. N2O4 ആയി മാറുമ്പോൾ അത് എന്തായി വരുന്നില്ല, കളറ് കുറയുന്നു, ബ്രൗൺ കളറിന്റെ കുറഞ്ഞു വരുന്നു. ഇതിന് ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ -57.2 ആണ്. -57.2 എന്ന് പറഞ്ഞാൽ എക്സോതെർമിക് റിയാക്ഷൻ ആണ്. പ്രൊഡക്ഷൻ ഓഫ് N2O4 എന്ന് പറയുന്നത് എന്താണ്? അവിടെ പ്രൊഡക്ഷൻ ഓഫ് N2O4 എക്സോതെർമിക് റിയാക്ഷൻ, അതായത് ലോ ടെമ്പറേച്ചർ ആണ് N2O4ന് ഫേവറബിൾ. ഓക്കെ, ഇനി ഇവിടെ ലോ ടെമ്പറേച്ചറിനകത്ത് N2O4 വരുന്നു, ഹൈ ടെമ്പറേച്ചറിനകത്ത് NO2. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നത്? അവിടെ ബ്രൗൺ കളർ കൂടുതലാണെങ്കിൽ NO2 ആണ് അവിടെ കൂടുതൽ എന്നുള്ളത് ഓർത്തിരിക്കും. ഇത് പെയിൽ കളറായി മാറുന്നു, അതിന്റെ ഇന്റൻസിറ്റി കുറഞ്ഞു വരുന്നു N2O4നകത്ത്. NO2 ഇസ് പ്രിപ്പയർഡ് ബൈ അഡീഷൻ ഓഫ് കോപ്പർ ടേണിംഗ് ടു കോൺസെൻട്രേറ്റ് നൈട്രിക് ആസിഡ്. നമ്മൾ അത് 2-3 ടെസ്റ്റ് ട്യൂബിനകത്ത് കളക്ട് ചെയ്ത് വെക്കുകയാണ്. കളക്ട് ചെയ്ത് വെച്ച് 3 ടെസ്റ്റ് ട്യൂബ് എടുക്കുകയാണ്. 3 ടെസ്റ്റ് ട്യൂബിനകത്ത് നമ്മൾ കളക്ട് ചെയ്ത് വെക്കുകയാണ്. ഇവിടെ ബോത്ത് ടെസ്റ്റ് ട്യൂബ്സ് ആർ പ്ലേസ്ഡ് ഇൻ ബീക്കർ. അവിടെ നമ്മൾ 1-2 കുറച്ച് മിനിറ്റ് നമ്മൾ കാണാൻ വേണ്ടി വെച്ചു. ദി എഫക്ട് ഓഫ് ടെമ്പറേച്ചർ ഓൺ ഡയറക്ഷൻ ഓഫ് റിയാക്ഷൻ ഇസ് ഡിപിക്ട് വെരി വെൽ ഇൻ ദി എക്സ്പെരിമെന്റ്. അറ്റ് ലോ ടെമ്പറേച്ചേഴ്സ് ഇൻ ബീക്കർ ദ ഫോർവേഡ് റിയാക്ഷൻ ഓഫ് ഫോർമേഷൻ ഓഫ് N2O4 ഇസ് പ്രിഫേർഡ്. അതാണ് എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. As a reaction is exothermic and thus intensity of brown color due to NO2 decreases. Product low temperature intensity of brown color കുറവാണ്. ഇത് നമ്മൾ എക്സ്പെരിമെന്റ് നടത്തുമ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്ത് കാണുകയാണ്, കളർ കണ്ടാണ് ഇത് എന്താണ് പ്രൊഡക്റ്റ് എന്ന് മനസ്സിലാക്കുന്നത്. NO2ന്റെ കളർ നല്ല ബ്രൗൺ കളറും N2O4ന്റെ കളർ ഒരു വിളറിയ, അതായത് ഇന്റൻസിറ്റി കുറവാണ് ബ്രൗൺ കളറിന്.
ഇവിടെ നമുക്ക് NO2 gives N2O4 delta H minus 57.2 കിലോജൂൾ പെർ മോള്. നമ്മൾ 3 ബീക്കർ എടുക്കുകയാണ്. 3 ബീക്കറിനകത്ത് നമ്മൾ കളക്ട് ചെയ്യുന്നത് ഐസിനകത്താണെങ്കിൽ അത് ലോ ടെമ്പറേച്ചറാണ്. ഐസ് അതാണ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള N2O4. കളർ വന്നിട്ടുണ്ട്. കളറിന് കളർ കുറവാണ്. കാരണം എന്താണ്? പ്രൊഡക്റ്റായ N2O4 ആണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഇനി നമ്മൾ ഹോട്ട് വാട്ടറിനകത്ത് നമ്മൾ റിയാക്ഷൻ മിക്സർ വെക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് കാണുന്നത് എന്താണ്? NO2 ആണ്. NO2 കാരണം എന്നാ? NO2 എന്ന് പറയുന്നത് അവിടെ നടക്കുന്ന എൻഡോതെർമിക് റിയാക്ഷൻ ആണ്. എൻഡോതെർമിക് N2O4 NO2 ആയി മാറുന്നത്. NO2ന്റെ കളറാണ് ബ്രൗൺ കളർ. അതാണ് ഹോട്ട് വാട്ടറിനകത്ത് ആ റിയാക്ഷൻ മിക്സറിന്റെ കളർ ബ്രൗൺ കളറായിട്ട് കാണുന്നു. ഐസ് വാട്ടറിനകത്ത് റിയാക്ഷൻ മിക്സർ എന്താണ്? എക്സോതെർമിക് റിയാക്ഷൻ ആയതുകൊണ്ട് പ്രൊഡക്റ്റ് ആയ N2O4ന്റെ കളറാണ് കാണുന്നത്. അതായത് ഇന്റൻസിറ്റി ഇല്ല. അവിടെ കാണുന്നത് N2O4 ആണ്. N2O4ന് ഡീപ് ബ്രൗൺ കളർ അല്ല ഉള്ളത്. നമ്മളിവിടെ ഇത് കാണുകയാണ്. ഇതിൽ എക്സ്പെരിമെന്റിലൂടെ നമുക്ക് കാണാൻ സാധിക്കും ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന സിസ്റ്റത്തിനെ ടെമ്പറേച്ചർ എങ്ങനെയാണ് ബാധിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ഏത് എക്സ്പെരിമെന്റ് ആണ് കണ്ടത്? NO2 എന്ന് പറയുന്നത് N2O4 ആയി മാറി. NO2ന്റെ കളർ ബ്രൗൺ കളറാണ്. അത് ഹൈ ടെമ്പറേച്ചറിലാണ്. അതാണ് നമ്മളിവിടെ ഹോട്ട് വാട്ടറിനകത്ത് കണ്ടത്. എന്നാൽ ലോ ടെമ്പറേച്ചർ ആവുകയാണെങ്കിൽ N2O4 ആണ് അവിടെ കൂടുതലായിട്ട് കാണുന്നത്. N2O4ന്റെ ആ അപ്പിയറൻസ് ആണ് നമ്മൾ കാണുന്നത്. അത് പെയിൽ കളറായിട്ട് മാറുന്നു, ഇന്റൻസിറ്റി കുറയുന്നു. അതാണ് N2O4. അതുപോലെ തന്നെ നമുക്ക് എക്സ്പെരിമെന്റുകൾ നടത്തുവാണെങ്കിൽ എക്സോതെർമിക് എൻഡോതെർമിക് റിയാക്ഷനെയും കാണാൻ സാധിക്കും. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇവിടെ ഇതൊരു എൻഡോതെർമിക് റിയാക്ഷൻ ആണ്. COH2O6 Cl മൈനസുമായിട്ട് കൂടിച്ചേർന്ന് COCl4 2- ഉണ്ടാകുന്നു. ഇവിടെ റിയാക്ടന്റിന് പിങ്ക് കളറും പ്രൊഡക്റ്റിന് ബ്ലൂ കളറുമാണ്. At room temperature, the equilibrium mixture is blue color due to COCl4. When cooled in a freezing mixture, അതായത് ഫോർവേഡ് റിയാക്ഷൻ ആയ പ്രൊഡക്റ്റ് ഉണ്ടാകുന്ന ബ്ലൂ കളർ ഉണ്ടാകുന്നത് അവിടെ എൻഡോതെർമിക് റിയാക്ഷൻ ആണ്. റൂം ടെമ്പറേച്ചറിന് ഇത് എൻഡോതെർമിക്. എന്നാൽ ഇത് തണുപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ ബ്ലൂ കളർ അത് എന്തായി മാറുന്നു? പിങ്ക് കളറായി മാറുന്നു. വെൻ കൂൾഡ് ഇൻ എ ഫ്രീസിംഗ് മിക്സർ ദ കളർ ഓഫ് ദി മിക്സർ ടേൺസ് പിങ്ക് ഡ്യൂ ടു COH2O6. ഈ കളർ ഈ കോമ്പൗണ്ട് കാരണം ഇത് പിങ്ക് ആയി മാറുന്നു. ദ ബാക്ക്വേർഡ് റിയാക്ഷൻ എക്സോതെർമിക് റിയാക്ഷൻ ആണ്. ഫോർവേഡ് റിയാക്ഷൻ എൻഡോതെർമിക് റിയാക്ഷൻ. ഫോർവേഡ് റിയാക്ഷൻ റൂം ടെമ്പറേച്ചറിനകത്ത് നടക്കുന്നു. എക്സോതെർമിക് റിയാക്ഷൻ ഇവിടെ നടക്കുന്നത് ഫ്രീസിംഗ് മിക്സറിൽ ലോ ടെമ്പറേച്ചറിനകത്ത് നമ്മൾ ഇത് കാണുന്നു. നമുക്ക് ഒരു എക്സ്പെരിമെന്റുകളൊക്കെ നടത്തുമ്പോൾ അതിന്റെ കളർ വെച്ച് നമുക്ക് അതിന്റെ ടെമ്പറേച്ചറിന്റെ എഫക്റ്റ് അറിയാൻ സാധിക്കും. What would happen if you change the conditions by increasing the temperature? According to Chatelier, the position of equilibrium will to counteract the change. That means that the position of equilibrium will move so that the temperature is reduced. ഇതാണ് നമ്മളിവിടെ എക്സ്പെരിമെന്റിലൂടെയൊക്കെ കണ്ടുകഴിഞ്ഞത്. Increasing the temperature of a system, dynamic equilibrium favors endothermic reaction. The system counteracts the change. അതുപോലെ ഡിക്രീസിംഗ് ദി ടെമ്പറേച്ചർ ഓഫ് സിസ്റ്റം, ഡൈനാമിക് ഇക്വിലിബ്രിയം ഫേവേഴ്സ് എക്സോതെർമിക് റിയാക്ഷൻ. ഓക്കെ, നമ്മളിപ്പം പഠിച്ചത് എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ആണ്. എക്സോതെർമിക്കിന് ലോ ടെമ്പറേച്ചറും എൻഡോതെർമിക്കിന് ഹൈ ടെമ്പറേച്ചറും എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്താൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ ബോർഡ് എക്സാമിനൊക്കെ ചോദിക്കാം. അത് ഏത് ക്വസ്റ്റ്യനും വേണമെങ്കിലും നമുക്ക് ആൻസർ എഴുതാം. അടുത്താണ് കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റ് ഉൽപ്രേരകം അല്ലെ. എന്താണ് കാറ്റലിസ്റ്റിന്റെ റോൾ ഒരു റിയാക്ഷനകത്ത്? A catalyst increases the rate of a chemical reaction by making available a new low energy pathway for the conversion of reactant to product. ഈ കാറ്റലിസ്റ്റ് റിയാക്ഷനകത്ത് പങ്കെടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന്റെ കോൺസെൻട്രേഷൻ ഒന്നും അതിനകത്ത് കാര്യമില്ല. പക്ഷേ അത് റിയാക്റ്റൻസ് പ്രൊഡക്റ്റ് ആവുന്നതിന്റെ എനർജിയുടെ അവിടുത്തെ ലോ എനർജി പാത്ത് സൃഷ്ടിക്കുന്നു. പെട്ടെന്ന് തന്നെ സ്പീഡപ്പ് ആക്കുന്നു. It increases the rate forward and reverse reaction that pass through the same transition state and does not affect equilibrium. എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സന്തുലിതാവസ്ഥയിൽ കാറ്റലിസ്റ്റിന് യാതൊരു റോളുമില്ല, പക്ഷേ അത് സ്പീഡപ്പ് ചെയ്യുന്നു. കാറ്റലിസ്റ്റ് lowers the activation energy for the forward and reverse reaction. Catalyst does not affect the equilibrium composition of reaction mixture. It does not appear in the balanced chemical equation. If a reaction has extremely small k, catalyst would be little h. ഇപ്പം നമ്മൾ കാണുകയാണ് കാറ്റലിസ്റ്റ് റിയാക്റ്റൻസിന്റെ ലോ ഇക്വിലിബ്രിയം
അതായത് ലോ ആക്ടിവേഷൻ എനർജി. ഇവിടെ ഇതാണ് കാറ്റലിസ്റ്റ് ഉപയോഗിച്ചുള്ള ആക്ടിവേഷൻ എനർജി. ഇത് വിത്തൗട്ട് കാറ്റലിസ്റ്റ് ആണ്. അതായത് ആക്ടിവേഷൻ എനർജി കൂടുതലാണ്, കാറ്റലിസ്റ്റ് ഉപയോഗിച്ചാൽ ആക്ടിവേഷൻ എനർജി കുറവാണ്. ഇതൊരു ഗ്രാഫാണ്. അതുപോലെ തന്നെ നമുക്ക് SO2 + O2 gives 2SO3. ഇവിടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K എന്ന് പറയുന്നത് suggest of reaction going to completion, but practically the oxidation of SO2 SO3 is very slow. അതുകൊണ്ട് അവിടെ ഒരു കാറ്റലിസ്റ്റ് ഉപയോഗിക്കുകയാണ്, പ്ലാറ്റിനം അല്ലെങ്കിൽ B2O5 ഉപയോഗിക്കുന്നു. If a reaction has an extremely small K equilibrium constant, a catalyst would be of a little help. കാറ്റലിസ്റ്റ് ഉപയോഗിച്ചാൽ അത് സ്പീഡപ്പ് ആക്കുന്നു. അതുപോലെ ഇനേർട്ട് ഗ്യാസിന്റെ അഡീഷൻ. If the volume is kept constant and an inert gas such as argon is added which does not take part in the reaction, the equilibrium remains undisturbed. It is because the addition of an inert gas at constant volume does not change the partial pressure. The reaction quotient changes only if the added gas is a reactant or product involved in the reaction. നമുക്ക് അന്നേരം ഇവിടെ ഒന്ന് സമ്മപ്പ് ചെയ്യാം. ഇൻക്രീസ് പ്രഷർ കോൺസെൻട്രേഷൻ ആണെങ്കിൽ ചേഞ്ച് ടു ഓപ്പോസിറ്റ് സൈഡ് ഇക്വിലിബ്രിയം. ഡിക്രീസ് കോൺസെൻട്രേഷൻ ആണെങ്കിൽ ഷിഫ്റ്റ് ടു സെയിം സൈഡ്. ഇൻക്രീസ് പ്രഷർ ആണെങ്കിൽ ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന സിസ്റ്റത്തിനകത്ത് പ്രഷർ കൂട്ടുവാണെങ്കിൽ എഫക്ട് ഓഫ് ഓൺ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഷിഫ്റ്റ് ടു സൈഡ് വിത്ത് ലീസ്റ്റ് മോൾസ് ഓഫ് ഗ്യാസ്. ഡിക്രീസ് പ്രഷർ, അതുപോലെ ഇൻക്രീസ് ടെമ്പറേച്ചർ, ഡിക്രീസ് ടെമ്പറേച്ചർ കണ്ടു. ഇനി കാറ്റലിസ്റ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ നോ ചേഞ്ച്, എഫക്ട് ഓൺ ഇക്വിലിബ്രിയം നോ ചേഞ്ച്. ഓർത്തിരിക്കുക. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് ലേഷാലി പ്രിൻസിപ്പിൾ ആണ് പഠിച്ചത്. നിങ്ങൾ അതിൻ്റെ എഫക്റ്റ് ഒക്കെ NCERT ടെക്സ്റ്റ് ഒക്കെ വായിക്കുക. അതുപോലെ എൻ്റെ പ്രീവിയസ് ക്ലാസ്സുകൾ കാണുവാൻ വേണ്ടി ഈ ചാനൽ വിസിറ്റ് ചെയ്യുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.